അവർ വെറും വിഡ്ഢികളൊന്നും അല്ലല്ലോ. ഈ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരെന്ന് വെച്ചാൽ നല്ല ബുദ്ധിയുള്ള ആളുകളാണ്. ബുദ്ധിയില്ലാത്ത ആളുകളൊന്നും വൈദികരായിട്ട് അവർ പട്ടം കൊടുക്കില്ല. അതിൽ തന്നെ ഏറ്റവും ബുദ്ധിയുള്ള ആൾക്കാരാണ് മെത്രാന്മാരായിട്ട് വരിക. അവരൊന്നും പറ്റിക്കാൻ പറ്റിയില്ല. നമ്മളെക്കാളിലൊക്കെ ഇരട്ടിയുടെ ഇരട്ടി ബുദ്ധിയുള്ള ആളുകളാണ് ഈ മതമേലധ്യക്ഷന്മാരായിട്ട് വരുന്നത്. അതിപ്പോൾ ലത്തീൻ സഭയിലായാലും ശരിയാണ്, സിറിയൻ സഭയിലാണെങ്കിലും ശരിയാണ്, ഓർത്തഡോക്സിലായാലും ജേക്കബിറ്റിലായാലും മാർത്തോമയിലായാലും വലിയ വ്യത്യാസമൊന്നുമില്ല. ആരെയും അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ഹമാസ് ഒരു വിഷയമാണ്, അവിടെ ജമാഅത്ത് ഇസ്ലാമി വിഷയമാണ്. അത് തീർച്ചയായിട്ടും വിഷയമായിട്ട് വരും. കാരണം അവർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കേരള രാഷ്ട്രീയം പോവുകയാണ്. അത് ഒട്ടും ആരോഗ്യപരവുമല്ല. ഈ ക്രിസ്ത്യൻ വോട്ടിൽ നല്ലൊരു ശതമാനം ഇനിയിപ്പോൾ BJPയിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട് എന്നും അങ്ങ് കാണുന്നുണ്ട് അല്ലേ? ക്രിസ്ത്യൻ വോട്ടിൽ ഗണ്യമായ ഭാഗം BJPയിലേക്ക് പോയില്ല. പക്ഷേ ചെറുതല്ലാത്ത ഒരു വിഭാഗം പോയാലും അത് കോൺഗ്രസ്സിന് ദോഷം ചെയ്യും. ഇപ്പോൾ ഈഴവ വോട്ടുകൾ CPMനല്ല നഷ്ടപ്പെട്ടു, കോൺഗ്രസ്സിനാണ്. കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ഒരു ചെറുതല്ലാത്തൊരു വിഭാഗം ഈഴവരുണ്ടായിരുന്നു. അവരങ്ങനെ കോൺഗ്രസ്സാന്ന് പറഞ്ഞ് നടന്നിരുന്നില്ല. പക്ഷേ ആ വോട്ട് BDJS വന്നപ്പോൾ BJPയുടെ വീട്ടിലേക്ക് പോയി. അതിൻ്റെ ഫലം ഗുണം കിട്ടിയത് ആർക്കാ? ഗുണം കിട്ടിയത് LDFനാണ്. അതുകൊണ്ടാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായത്. ആ ഒരു ട്രെൻഡ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്രിസ്ത്യൻ വോട്ടുകൾ കഴിഞ്ഞ തവണ തന്നെ അകന്നു കഴിഞ്ഞു. അത് ഇത്തവണത്തോടുകൂടി പരിപൂർണ്ണമാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.